ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പം നമുക്കൊരു ക്രിസ്മസ് വിഭവം ഉണ്ടാക്കാം കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താറാവും മപ്പാസും പിടിയുമാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒരു കഷ്ണം ഇഞ്ചി, 7 പച്ചമുളക്, ഒരു പിടി കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി കൂട്ടി മിക്സിയുടെ ജാറിൽ ഇത്തിരി വെള്ളവും കൂട്ടി അരച്ചെടുക്കാം കേട്ടോ. ഉപ്പിട്ടില്ല, വെറുതെ വെള്ളവും ഇതും കൂട്ടി അരച്ചെടുക്കാം നന്നായിട്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താറാവിനെ മാരിനേറ്റ് ചെയ്യാനാണ് കേട്ടോ. താറാവ് ഞാൻ നന്നായി വൃത്തിയായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു താറാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുക്കറിലേക്ക് ഇടാണ്. ഇച്ചിരി നെയ്യൊക്കെ ഉണ്ട് അതിന്. കഴുകി വാരി വെച്ച താറാവിനെ നമ്മൾ കുക്കറിലേക്ക് ഇട്ടു. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ, അത് ചേർത്തു. പിന്നെ ഉപ്പും കൂട്ടി നന്നായിട്ട് തിരുമ്മി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് തിരുമ്മി വെച്ചിട്ട് അതിന് ശേഷം അടപ്പത്ത് വെച്ചാൽ മതി. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വേറെ പച്ചമുളകോ അങ്ങനെ സവാളയോ ഒന്നും ചേർക്കണില്ല കേട്ടോ, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചേർത്ത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പത്തേക്ക് വെച്ചു. ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിനിടയ്ക്ക് നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. 2 സ്പൂണും മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. നല്ല പാകമായിട്ട് കിട്ടിയാൽ നമുക്ക് അരപ്പ് വേഗം തന്നെ പെട്ടെന്ന് ഇതായി കിട്ടും. ഡയറക്റ്റ് പൊടി ചേർക്കുന്നതിൽ നല്ലതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയേക്കണത്. ഇതിന് മുമ്പൊക്കെ വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കണത്. ഇത് വേറെ സ്റ്റൈലിലൊക്കെ ആൾക്കാർ വെക്കണുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലായിട്ട് ഞാൻ വെക്കണു. ഇതേപോലെയാണ് ഞാൻ വെക്കാറ് കേട്ടോ. അപ്പോൾ വിസിലൊക്കെ വന്നു, 3 വിസിലും വന്നു. ഇനി നമുക്ക് കുക്കർ ഇറക്കി താഴെ വയ്ക്കാം. അതിന് ശേഷം ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യാവൂ ഇത്. വെളിച്ചെണ്ണ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഹോൾ മസാലാസ് ചേർക്കാം. പട്ട 1 കഷ്ണം, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ പെരുംജീരകം, ഇതും ചേർത്ത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഒരു 250 ഗ്രാമോളം ഉള്ളി ഉണ്ട് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ആ ചതച്ചെടുത്ത് ഉള്ളിയിലേക്ക് ഇട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റണം കേട്ടോ. വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കല്ല. പച്ചമുളകോ സവാളയോ വേറെ ഒന്നും ചേർക്കല്ല. ഈ ഉള്ളി മാത്രമേ ഉള്ളൂ. ചുവന്നുള്ളി നന്നായിട്ട് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ആ കുതിർത്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ മസാല നല്ല മണം വരുന്നൊരു ബ്രൗൺ കളർ ആകുന്ന വരെ തന്നെ മസാലയുടെ കളറും മാറി വരണം. നല്ല കുരുമുളകിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. കുരുമുളകാണ് ഇതിനകത്ത് മുമ്പിൽ നിൽക്കേണ്ട കറിയിൽ. അപ്പം നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കറിൽ വെച്ചിരിക്കുന്ന താറാവിനെ ഇതിനകത്തേക്ക് ഒഴിക്കുക. ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിക്കാം കേട്ടോ. നല്ല നെയ്യും അത്യാവശ്യം വെള്ളം അതിനകത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ നെയ്യോട് കൂടി തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. താറാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 2ാം പാല് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനൊരു 10 കാഷ്യൂനട്ടും കുതിർത്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിനിടയ്ക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകിയൊക്കെ വന്നു, നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ 1ാം പാലും ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയും നല്ല കളറും നല്ല മണവും, സൂപ്പർ മണമാണ് കേട്ടോ വരണത്. ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് ഞാൻ ഇത്തിരി ഗരം മസാല മുകളിൽ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം
ഉള്ളി താളിക്കണം നമുക്ക്. ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഉള്ളി കട്ട് ചെയ്തതും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മണം കൂടി വരുമ്പോൾ ഒരു വേറെ മണമായിട്ട് മാറുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം കേട്ടോ. നോക്കി എന്തൊരു നല്ല കളറാണ്. അങ്ങനെ നമ്മുടെ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടി മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാം. പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക്, കുഴിയുള്ളൊരു പാത്രത്തിൽ ഇത്തിരി വെള്ളവും ഉപ്പും തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പേസ്റ്റ് പോലെ മിക്സിയിൽ അരച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് തേങ്ങ പാൽ ഒഴിക്കുന്നില്ല കേട്ടോ. ഈ അരച്ച് വെച്ച മിശ്രിതമാണ് കേട്ടോ ചേർക്കണത്. അതായത് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കൂടെ അരച്ചത്. ഈ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് അരച്ചതിൻ്റെ ഒരു പകുതി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് നമ്മൾ ഒരു 3 കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കണം. തിളച്ച വെള്ളത്തിലേക്ക് 3 കപ്പ് പൊടിയിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ രണ്ടാമത്തെ കപ്പ് ഇട്ടു. 3 കപ്പ് പൊടിയിട്ട് ഈ പൊടി വാട്ടി കുഴച്ചെടുക്കണം. അതായത് ഈ തേങ്ങയും ജീരകവും ചുമന്നുള്ളിയും കൂടെ ചേർത്ത് വെള്ളം തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഈ പൊടി ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. നല്ല ചൂടാണ്. അതിന് ശേഷം ഇത് ഇറക്കി വെച്ച് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. എന്നാലേ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ചൂടോടുകൂടി തന്നെ പറ്റില്ല. ഒരു പരന്ന പാത്രത്തിൽ ഇട്ടതിന് ശേഷം കൈക്ക് താങ്ങാൻ പറ്റണ ചൂടിൽ നന്നായിട്ട് പരത്തി കുഴച്ചെടുക്കണം കേട്ടോ. ശരിക്കും നല്ല ചൂടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വെള്ളത്തിലൊക്കെ കൈ മുക്കിയിട്ടാണ് ഇത് കുഴച്ചെടുക്കണത്. നല്ല ചൂടാണ്. കൈക്ക് താങ്ങാൻ പറ്റാത്ത ചൂടുണ്ട്. ചൂടോടുകൂടി തന്നെ ഇത് കുഴച്ചെടുക്കുകയും വേണം. എന്നാലാണ് പൊടിക്കൊരു മയം വരുള്ളൂ. അങ്ങനെ കുഴച്ച് എടുക്കാം കേട്ടോ. കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റണം ഇതിനെ കേട്ടോ. നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. പൊടിയൊക്കെ നല്ല മയമായിട്ടാണ് എനിക്ക് കുഴയ്ക്കുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല മയമായിട്ടുണ്ടെന്ന്. തേങ്ങയുടെയും ജീരകത്തിൻ്റെ ഉള്ളിയുടെയൊക്കെ മണവും ഉണ്ട് കേട്ടോ. ഈ കുഴയ്ക്കുന്ന നേരത്തെ തന്നെ കിട്ടുന്നുണ്ട് ശരിക്കും. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റൊക്കെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ച് മാറ്റിയെടുത്ത് ഇതിങ്ങനെ ചെറിയ ഉരുളകളായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ബാക്കി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ഉള്ളിയും കൂട്ടിയുള്ള ഇതുണ്ടല്ലോ, അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങയുടെ ഷോർട്ടേജ് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറും കഴുകി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട്. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ചിലരത് നീളത്തിലാക്കും, ചിലരിങ്ങനെ കുഴി പോലെ ആക്കും, പല ഷേപ്പിലാക്കും. ഞാനിപ്പോൾ ഇവിടെ ഉരുട്ടി എളുപ്പത്തിന് വേഗം തീരാൻ വേണ്ടിയിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വേറെ സ്റ്റൈലിലും ഉണ്ടാക്കും. പൊടി വറുത്തൊക്കെ ഉണ്ടാക്കണ ആളുകളെയും കണ്ടിട്ടുണ്ട് കേട്ടോ. അവലോസ് പൊടിയും കൊണ്ട് പിടി ഉണ്ടാക്കണതൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ അറിയുള്ളൂ. ഞാൻ മറ്റോണം ചെയ്തിട്ടില്ല. ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളയ്ക്കട്ടെ കേട്ടോ. തിളച്ച് വരുമ്പോൾ മാത്രമാണ് ഈ പിടി അങ്ങോട്ട് ഇടാൻ പാടുള്ളൂ. എനിക്ക് ചെറിയ ജലദോഷമുണ്ട്. അത് കാരണം ഇടയ്ക്ക് ചീറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തള വരുന്നവരെ നമുക്ക് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ.
അങ്ങനെ തള വന്നതിന് ശേഷം നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ല തിളച്ച് കിടക്കണ വെള്ളമാണ്. അപ്പം എൻ്റെ മേത്തേക്ക് ഒരു പ്രാവശ്യം തെറിച്ചു. ഞാൻ അത് കാരണം കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് പറക്കിയിടാണ് കേട്ടോ. മേല് പൊള്ളാതെ സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. പാലുണ്ടെങ്കിൽ ആ പാലിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കിപ്പോൾ തേങ്ങയുടെ പക്ഷേ ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയൊക്കെ അരച്ച് ചെയ്താലും നല്ലതാണ്. പിന്നെ ഞാനൊരു ഇതിൻ്റെ ഉരുട്ടാൻ വെച്ച മാവിൻ്റെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി ഇതൊരു ഇതാവുമ്പോൾ അതിനകത്തേക്ക് അത് ചേർത്ത് കൊടുക്കണം. ആ ചേർത്ത മിശ്രിതം, അതായത് ഇത് കുഴച്ച് വെച്ചതിൻ്റെ ഒരു കഷ്ണം മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് കലക്കി നല്ലോണം ഉടച്ച് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഗ്രേവി ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് അത് കുറുതായി വരികയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇപ്പോൾ ഈ ഉരുളകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതൊക്കെ മുകളിലാണ് നിൽക്കണത്. കുറച്ച് കഴിയുമ്പോൾ അത് വെന്ത് വരുമ്പോൾ ഉരുളകളൊക്കെ താഴേക്ക് വരും. അപ്പം നമുക്ക് മനസ്സിലാവും കേട്ടോ അത് ശരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇതുണ്ടല്ലോ, ഒരു പിടി മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അത് ശരിക്കും കൈ കൊണ്ട് തന്നെ അത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഈ വെള്ളത്തിൽ അലിഞ്ഞ് ചേരണം, എന്നാലേ അതിൻ്റെ ഒരു ഇത് വരുള്ളൂ. കൈ കൊണ്ട് തന്നെ അത് ചെയ്യണം. നന്നായിട്ട് അലിയിച്ചെടുത്തിട്ട് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം, ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട്. ഇപ്പം അതേണ്ട, ഇപ്പം അത് പൊങ്ങിക്കിടക്കാണ് ഉരുളകളൊക്കെ. വെന്ത് തുടങ്ങണുള്ളൂ. ഒരേ വലിപ്പത്തിലും ആയിരിക്കണം ഈ ഉരുളകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വേവിൻ്റെ വ്യത്യാസം വരുമല്ലോ. അപ്പം നമുക്കത് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല തിളയൊക്കെ പതുക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചാൽ ഇതുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഒരു തിക്നെസ്സും അതിൻ്റെ ഒരു ഗ്രേവിക്കൊരു കട്ടി, ഒരു കുറുകിയ ഇതിൽ വരുള്ളൂ. ഇപ്പോൾ അത് ലൂസാണ്. അപ്പോൾ നല്ല തളയൊക്കെ വന്നു. ഇതിനും നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഉള്ളിയുടെയും ജീരകത്തിൻ്റെയും ഉണ്ടല്ലോ ആ മണം, തേങ്ങയുടെയും കൂടിയുള്ളൊരു മണം വരുന്നുണ്ട്. നമുക്ക് എന്നിട്ട് ആ ഇത് അരച്ച് വെച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വേവിക്കാം. ഉരുളകളൊക്കെ പതുക്കെ താഴേക്ക് വന്ന് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകിയ ചാറായിട്ടുണ്ട്. റെഡിയായി. അങ്ങനെ ഞാൻ ഇറക്കി. നമ്മുടെ പിടിയും താറാവും മപ്പാസും റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.